ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശിക്ക് ചിഹ്നമായി തെങ്ങിൻ തോപ്പാണ് ചിഹ്നം. സാജിദ് അജ്മൽ ചേരുകയാണ് വിവരങ്ങളുമായി. സാജിദ്, ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പ് ഭൂമി ആകെ കിളച്ച് മറിച്ചിട്ടിരിക്കുകയാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. അവിടെ PK ശശിയുടെ തെങ്ങിൻ തോപ്പ്, ആ തെങ്ങിൻ തോപ്പിൽ വലിയ തോതിൽ വിളവ് കൊയ്യാൻ, വോട്ടിന്റെ വിളവ് കൊയ്യാൻ അദ്ദേഹത്തിനാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണോ അവർ പങ്കുവെക്കുന്നത്? മഹേഷ്, കേരം തിങ്ങും കേരള നാട് വീണ്ടെടുക്കാൻ PK ശശിക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെങ്ങിൻ തോപ്പ് ചിഹ്നമായി ഇപ്പോൾ UDFന്റെ പ്രവർത്തകരും PK ശശിക്കൊപ്പമുള്ളവരും എല്ലാം തന്നെ പ്രചരിപ്പിക്കുന്നത്. ഈ അദ്ദേഹത്തിന് ആദ്യം ടോർച്ചായിരുന്നു ചിഹ്നം നൽകിയിരുന്നത്. എന്നാൽ PK ശശിക്ക് ഒരു അപരനുണ്ട്, ശശി PK എന്നാണ് പേര്. അയാൾക്ക് ചിഹ്നമായി ലഭിച്ചിരിക്കുന്നത് പുല്ലാങ്കുഴലാണ്. അതുകൊണ്ട് പുല്ലാങ്കുഴലും ടോർച്ചും തമ്മിൽ ആളുകൾക്ക് പേരും വെച്ച് മാറിപ്പോകുമെന്നൊരു ഭയമുണ്ട്. അങ്ങനെയാണ് ഈ തെങ്ങിൻ തോപ്പ് സ്വീകരിച്ചത്. ആദ്യം ടോർച്ച്, രണ്ടാമത് തെങ്ങിൻ തോപ്പ് എന്നിവയായിരുന്നു നൽകിയിരുന്നത്. ഈ BDJS മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ BDJSനാണ് തെങ്ങിൻ തോപ്പ് നൽകിയിരിക്കുന്നത്. BDJS ഇല്ലാത്ത സ്ഥലങ്ങളിൽ തെങ്ങിൻ തോപ്പ് മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് സ്വീകരിക്കാം. അങ്ങനെയാണ് ഈ ആളുകളിൽ ഈ ടോർച്ചും പുല്ലാങ്കുഴലും തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പം വരാതിരിക്കാനാണ് തെങ്ങിൻ തോപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും തെങ്ങിൻ തോപ്പിൽ നിന്ന് വിളവ് ലഭിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഒരു വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. 28-ാം തീയതി മുഖ്യമന്ത്രി തന്നെ ഈ നേരിട്ട് കടമ്പഴിപ്പുറത്ത് എത്തുന്നുണ്ട്. PK ശശിക്ക് തോൽപ്പിക്കുകയും K പ്രേംകുമാറിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് CPMന്റെ ലക്ഷ്യം. ഈ PK ശശി ഒരു തരത്തിലും നിലം തൊടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ CPMന്റെ നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നത്. എന്തായാലും വാശിയേറിയ പോരാട്ടം നടക്കുന്നു. അതിനിടയ്ക്ക് ഈ PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകാൻ കോൺഗ്രസിന്റെ നേതാക്കൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ പ്രാദേശിക നേതാക്കൾ പാർട്ടി മെമ്പർ അല്ലാത്ത ആൾക്ക് കൈപ്പത്തി ചിഹ്നം നൽകരുത് എന്ന് പറഞ്ഞിരുന്നു. അതിന്മേൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. അവസാനമാണ് കൈപ്പത്തി ചിഹ്നം വേണ്ടെന്ന് വെച്ച് സ്വതന്ത്ര ചിഹ്നം തെരഞ്ഞെടുത്തത്. അങ്ങനെ സ്വതന്ത്ര ചിഹ്നം ഈ PK ശശിക്കായിരിക്കുന്നു. തെങ്ങിൻ തോപ്പാണ് PK ശശിയുടെ ചിഹ്നം.